ഫ്രണ്ട്സ്, വണ്ടി ഷെവർലെറ്റ് എൻജോയ് ആണ്. വണ്ടി ഏകദേശം 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 മോഡൽ വണ്ടിയാണ്. 2-3 വാർണിംഗ് ലൈറ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. സ്കാൻ ചെയ്തിട്ടില്ല, വണ്ടി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇതിൽ കസ്റ്റമർക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളൻ്റ് ലെവൽ കുറഞ്ഞു പോകുന്നതാണ് കംപ്ലയിൻറ്റ്. പക്ഷേ ഞാനിതിപ്പോൾ റണ്ണിങ്ങിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ആവും ഇതിപ്പോൾ റണ്ണിങ്ങിൽ ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതിനകത്ത് ലീക്ക് ഒരു പൊട്ടും കാണുന്നില്ല. താഴെ ഒറ്റുന്നതായിട്ടോ ഒന്നും കൂളൻ്റിൻ്റെ ഒരു അംശം പോലും അതിനകത്ത് കാണുന്നില്ല. നമുക്ക് വിഷ്വലിയും ഈ സൈഡും കാര്യങ്ങളും എല്ലാവരുടെയും നോക്കുമ്പോൾ കൂളൻ്റിൻ്റെ ലീക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോഴൊന്നും അതിൻ്റെ ലീക്ക് എവിടെയും ഇതിനകത്ത് കാണുന്നില്ല. മനസ്സിലായില്ലേ? എവിടെ അതിൻ്റെ ലീക്കില്ല. പക്ഷേങ്കിൽ നല്ലവണ്ണം കുറയുന്നുണ്ടെന്നാണ് കംപ്ലയിൻറ്റ്. നമ്മൾ നോക്കുമ്പോൾ ബാക്കിൽ അത്യാവശ്യം നല്ല വൈറ്റ് സ്മോക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ ഐഡലിങ്ങിലാണ്. ഐഡലിങ്ങിൽ തന്നെ ഇത്രത്തോളം വൈറ്റ് സ്മോക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് റൈസ് ഇത്രത്തോളം വൈറ്റ് സ്മോക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഗ്യാസ്കറ്റ് പോയൊരു ഫീലാണ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത്. അത് മാത്രമല്ല കൂളൻ്റിനകത്ത് ചെറിയൊരു കരിയുടെ ഒരു അംശവും അതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കണം. ഇതിപ്പോൾ 1.5 മണിക്കൂർ റണ്ണിങ്ങിൽ ഇട്ടിട്ടും റേഡിയേറ്ററിൻ്റെ ഫാനും ഇതിനകത്ത് ഇത്ര നേരമായിട്ടും വർക്ക് ചെയ്തിട്ടില്ല. ടെമ്പറേച്ചർ ഏകദേശം ഹാഫ് ആവാനായി. എന്തിന് നമുക്ക് കുറച്ച് നേരം കൂടെ റണ്ണിങ്ങിൽ ഇട്ട് നോക്കാം. അതിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടെമ്പറേച്ചർ കയറുന്നുണ്ട്, എന്താണെന്നുള്ള ആദ്യം കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. നമുക്ക് ഇതിലിപ്പോൾ സ്കാൻ ചെയ്തതിൽ സിലിണ്ടർ നമ്പർ 2 ഗ്ലോ പ്ലഗ് അത് മാത്രമേ നമുക്ക് കോഡ് ഇതിനകത്തുള്ളൂ കേട്ടോ. വേറെ കംപ്ലയിൻറ്റ് കോഡായിട്ടൊന്നും കാണിക്കുന്നില്ല ഇതിനകത്ത്. സിലിണ്ടർ നമ്പർ 2 ഗ്ലോ പ്ലഗ് അത് മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഹെഡ് എന്തായാലും ഇളക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും കസ്റ്റമർക്ക് അറിയില്ല, കസ്റ്റമർക്ക് ഇൻഫോം ചെയ്തിട്ട് വേണം നോക്കാനായിട്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം വൈറ്റ് സ്മോക്ക് വെളിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് നേരെ സിലിണ്ടറിൻ്റെ അകത്തേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇത് പക്ഷേ ഇത് പോകാനായിട്ടൊരു കാരണമാണ്. ഇല്ലാതെ ചുമ്മാ ഹെഡ് ഗ്യാസ്കറ്റ് അങ്ങനെ ഈ 1.20 1.30 ഇത് 1.30 പോകില്ല. അതിനൊരു കാരണം വേണം. അതാണ് നമുക്ക് എന്താണ് നോക്കിയിട്ട് വേണം. എന്തായാലും ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം അതിനുള്ളൊരു സൊല്യൂഷൻ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷേ നമ്മൾ ഹെഡ് ഗ്യാസ്കറ്റ് പോയി എന്ന് പറഞ്ഞ് ചുമ്മാ പിടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറുള്ള കംപ്ലയിൻറ്റ് നമ്മൾ തീർക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ തുടക്കം, എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അത് എന്താ കംപ്ലയിൻറ്റ്. എന്നിട്ട് ഞാൻ ഹെഡ് അഴിക്കുള്ളൂ. അതിൻ്റെ മുന്നേ എന്തായാലും ഞാൻ അഴിക്കില്ല. കംപ്ലയിൻറ്റ് എന്തായാലും കണ്ടുപിടിച്ചിട്ട് അയക്കുള്ളൂ. ഇപ്പോൾ DTC നോക്കുമ്പോൾ DTCയിലും ഇല്ല. ടെമ്പറേച്ചർ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ വന്ന് കിടക്കും. ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററിയിൽ വന്ന് കിടക്കും. അങ്ങനെ ടെമ്പറേച്ചർ കയറിയതായിട്ട് ഇതിനകത്ത് ഒന്നും ഹിസ്റ്ററിയിൽ കിടക്കണമില്ല. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കൺഫേം ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നോക്കിയതിൽ ഇതിൻ്റെ ഒരു ഫാനേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നുണ്ടല്ലേ, ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്കിതിൽ തന്നെ ആക്റ്റീവ് ടെസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഫാനിന് 2 റിലേ ആണ് വരുന്നത്. പക്ഷേ മറ്റേ റിലേ നമുക്ക് ഓണാക്കുമ്പോൾ ഫാൻ ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം. എന്താണ് നമ്മളിപ്പോൾ റിലേ 2 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി കൂളിംഗ് ഫാൻ റിലേ 1 അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണിപ്പോൾ റിലേ നമ്പർ 1-ൻ്റെ ആണത്. അത് വെച്ച് കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ അത് നമ്മൾ സ്റ്റാറ്റസ് ഓണാക്കുമ്പോൾ ഒട്ടും തന്നെ വർക്ക് ചെയ്യണില്ല. ഉണ്ടല്ലോ, ഫാന് ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പുറത്തെ ഫാനാണ് വർക്ക് ചെയ്യേണ്ടത്, അത് ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മേ ബി ആ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും. നമുക്ക് ഇത് AC യുടെ ഫാനാണ് വരുന്നത്. AC ഓണാക്കുമ്പോൾ ഓണാവുന്ന ഫാനാണ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റേ ഫാന് വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടല്ലേ, ഒട്ടും തന്നെ ഇല്ല. ഇനിയിപ്പോൾ അത് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആ ഭാഗത്തേക്ക് മോട്ടറിൻ്റെ സൈഡിലേക്ക് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഒന്നായോ എന്നുള്ള കാര്യം അറിയില്ല. കോണ്ടാക്റ്റ് ബ്രഷിൻ്റെ കോണ്ടാക്റ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഈ ഓയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് കിട്ടിയില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ കപ്ലർ പിടിച്ചിട്ടൊന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെയാണ് കപ്ലർ വരുന്നത്. അത് നമുക്ക് ബാറ്ററി വെച്ചിട്ട് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ കപ്ലറിലേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ മോട്ടർ റിലേ നമ്പർ 1 ഓണാക്കുമ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ വരുന്നുണ്ട്. 12 വോൾട്ട് കറക്റ്റായിട്ട് തന്നെ
വരുന്നുണ്ട്. ഞാൻ കപ്പർ പിടിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫാനിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ടെമ്പറേച്ചർ ഓവർ ഹീറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഈ മോട്ടർ മാത്രം മാറിയാലും കംപ്ലൈൻറ്റ് കൂളൻ്റ് കമ്മിയായി തന്നെ കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഗ്യാസ്കറ്റ് പോയത് മാതിരിയാണ് തോന്നുന്നത് അതിനകത്ത്. മനസ്സിലായില്ല, അത്രയും വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട് അതിനകത്ത്. എന്തായാലും നമുക്കിന്ന് ഈ കപ്ലറിലൊന്ന് ഡയറക്റ്റും ചെയ്ത് നോക്കാം വയറുകൊണ്ട് ഫാൻ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടതാണ്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം സ്റ്റാർട്ടിങ്ങിലിട്ടു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 4.5 ലിറ്ററോളമാണ് വെള്ളം ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഫുള്ള് ഡ്രൈ ആയിട്ട് ഇനി നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കൺഫേം ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മളിത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ ഇത്രത്തോളം കംപ്രഷൻ ഔട്ടാകുന്നുണ്ട് അതിനകത്ത്. ഒന്ന് ഫില്ലാക്കി. ഇപ്പോൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് കുറയുന്നത്. അങ്ങനെ കണ്ടോ, അത്രത്തോളം ഹെവി ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ ഫാൻ വർക്ക് ചെയ്യാതെ ഓടിയതിൻ്റെ പ്രശ്നമാണ് ഈ കംപ്ലൈൻറ്റ് ഇത്രത്തോളം വന്നത്. മനസ്സിലായില്ലേ? എന്തായാലും നമുക്കിത് ഹെഡ് ഇളക്കി തന്നെ വേണം. കസ്റ്റമറിന് ഇൻഫോം ചെയ്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻജോയുടെ കംപ്ലീറ്റ് എൻജിൻ ഇപ്പോൾ അഴിച്ച് പുറത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് പാർട്സുകളും സെപ്പറേറ്റ് ആക്കിയിട്ട് ഹെഡ് മാത്രം എടുത്തിട്ട് നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് മാറണം. അല്ല, ഹെഡ് ഗ്യാസ്കറ്റ് തന്നെയാണ് മെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഗിയർ ബോക്സോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ഇറക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റും പിരിച്ചിട്ട് നമുക്ക് ഹെഡ് മാത്രമായിട്ട് ഇളക്കിയിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് മാറാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മാനിഫോൾഡ് EGR കംപ്ലീറ്റും ഇതിനകത്ത് ഇതോടെ കൂടിയിട്ട് എല്ലാം ചെയ്തു വിടാം. അതുപോലെ ടൈമിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം മാറി വിടാം അതിനകത്ത്. ഇതാണ് ഇതിൻ്റെ EGR വാൾവ് എൻജോയുടെ ഫുള്ള് ബ്ലോക്കാണ് ഇത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ അഴിച്ച ഭാഗം കംപ്ലീറ്റും പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. നമ്മൾ പകുതി കയറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നോസിൽ ഹെഡൊക്കെ ഇളക്കാനുണ്ട്. ഇളക്കിയിട്ട് വേണം ഹെഡ് ലേത്തിൽ കൊടുത്തു വിടാനായിട്ട്. ഹെഡ് ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഹെഡ് ഗ്യാസ്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഫിറ്റിങ്സ് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെഡ് ടൈമിംഗ് കവർ ടൈമിംഗ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം ഇതിനകത്ത്. ഇപ്പോൾ എൻജോയ് നിന്ന് ഊറ്റിയ ഓയിലാണ് ഇതിനകത്ത്. ഇതിൽ കംപ്ലീറ്റും വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടില്ല, ഇതിപ്പോൾ ഏകദേശം ഒരു 6 ലിറ്ററോളം ഓയിൽ ഉണ്ടാവും ഇതിനകത്ത്. കംപ്ലീറ്റും വെള്ളമാണ് ഇതിനകത്ത്. ഏകദേശം ഒരു 3.3 ലിറ്ററൊക്കെ ഇതിനകത്ത് കപ്പാസിറ്റി ഉള്ളൂ. എങ്കിലും ഇതിനകത്ത് ഒരു 6 ലിറ്ററോളം എൻജിൻ ഓയിൽ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് കൂളൻറ്റും എൻജിൻ ഓയിൽ തമ്മിൽ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലേ, ഇനിയിപ്പോൾ എന്തായാലും കംപ്ലീറ്റ് നമുക്കൊന്ന് പിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹെഡ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ സിലിണ്ടറാണ് മുഴുവനായിട്ട് കംപ്ലൈൻറ്റ്. ഏകദേശം ഓയിലും കൂളൻറ്റും എല്ലാം മിക്സ് ആയിട്ട് ഈ സിലിണ്ടറാണ്. മനസ്സിലായില്ല? ആ ഭാഗത്ത് തന്നെ നല്ല വെൽഡിങ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ വെൽഡ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ. കണ്ടില്ലേ, വെൽഡ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വെൽഡിങ് ഉണ്ടായിരുന്നു. വെൽഡിങ് അടിച്ച് വാൾവൊക്കെ സീറ്റ് ചെയ്ത് ഇപ്പോൾ ഫേസ് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്കത് എഞ്ചിനകത്ത് കയറ്റാം. ഇപ്പോൾ എൻജോയുടെ എല്ലാ സാധനവും നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഹെഡ് ഗ്യാസ്കറ്റാണ്. ഫസ്റ്റ് ഓവർ സൈസാണ് ഹെഡ് ഗ്യാസ്കറ്റ്. നമ്മൾ ലേത്തിൽ ഫേസ് ചെയ്യുമ്പോൾ ചെറിയൊരു തിക്നെസ്സിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓവർ സൈസാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഷവർലൈറ്റിൻ്റെ GMൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഹെഡ് ഗ്യാസ്കറ്റ്. അതുപോലെ തന്നെ ഇത് എയർ ഫിൽറ്റർ, അത് ഓയിൽ തന്നെയാണ്. പിന്നെ ഇത് ഓയിൽ ഫിൽറ്റർ, ഇത് വന്നിട്ട് ടെൻഷൻ, ടൈമിങ്ങിൻ്റെ ടെൻഷൻ, അത് ചെയിൻ, അതുപോലെ വീല്, ചെറിയ വീല്, അതുപോലെ വലിയ വീല്, എല്ലാം നമ്മൾ ഓയിൽ തന്നെയാണ്. GMൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 പാഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് അതിനകത്ത് കയറ്റിയിട്ട് സെറ്റ് ചെയ്യാം. ഹെഡ് ഗ്യാസ്കറ്റ് സെറ്റ് ചെയ്ത് ഹെഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വെച്ചാൽ ടോർക്ക് അടിക്കലാണ്. 4 kg ടോർക്ക് അടിച്ചതിന് ശേഷം 90 ഡിഗ്രി നമ്മൾ ഹാൻഡ് ടൈറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്വിച്ചിനൊക്കെ ചെയ്യുന്ന അതേ സെയിം ആണ്. സെയിം കോട്ടോ ജെറ്റ് എഞ്ചിനായതുകൊണ്ട് സെയിം ടോർക്ക് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ 4 kg ടോർക്കാണ് ഇപ്പോൾ അടിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം, ഫ്രണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം 90 റൊട്ടേഷൻ ചെയ്യുക, വീണ്ടും ഒരു 90 റൊട്ടേഷൻ ചെയ്യുക. അത്രയും ടൈറ്റ് അതിനകത്ത് മതി. നമ്മുടെ എൻജോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ട് സ്റ്റാർട്ടിങ്ങിലാണ്. ഇതുണ്ടാവും കറക്റ്റായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫാൻ ഇപ്പോൾ നേരത്തെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാൻ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ എൻജിൻ വർക്ക് ഫുള്ളായിട്ട് വന്നത് ഇതിനകത്ത്. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ടെമ്പറേച്ചർ കയറുമ്പോൾ കറക്റ്റായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല, കസ്റ്റമർക്ക് ശ്രദ്ധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഓടിക്കണത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ഈ ഫാൻ വർക്ക് ചെയ്യണമെന്നോ ഇല്ല എന്നുള്ളതൊന്നും ഒന്നും അറിയില്ല. കറക്റ്റ് ടൈമിൽ തന്നെ ഇത് കട്ട് ഓഫ് ആകണമുണ്ട്. കണ്ടില്ലേ,
അപ്പോൾ പറഞ്ഞെന്ന് കസ്റ്റമർക്ക് ഒരിക്കലും ഇത് വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ടെമ്പറേച്ചർ ഉള്ളിൽ കാണിക്കില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ആ ടെമ്പറേച്ചർ ഇല്ലാത്ത പക്ഷം ഈ കംപ്ലീറ്റ് കൂളൻറ്റും പുറത്ത് പോകും. അതിൻ്റെ ഉള്ളിൽ കൂളൻ്റ് ഉണ്ടാവില്ല. എഞ്ചിനുള്ളിൽ കൂളൻ്റ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ടെമ്പറേച്ചറിൻ്റെ റീഡിങ് അതിനകത്ത് കാണിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും അത് അറിയാനും പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വന്ന ഫോൾട്ടാണ്. ചെറിയൊരു ഫാനിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പം ഈ മൊത്തം നമുക്ക് എഞ്ചിൻ്റെ ഹെഡ് അഴിച്ച് ഹെഡ് ഗ്യാസ്കറ്റ് മാറി അതിനുള്ള സാധനങ്ങളൊക്കെ മാറ്റി പണിയേണ്ട ഒരു അവസ്ഥ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും എന്നും എല്ലാ കസ്റ്റമറും ഡെയിലി ഒന്ന് കാലത്ത് വെള്ളം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് ഹീറ്റായാലൊന്നും ഹെഡ് ഗ്യാസ്കറ്റ് ഒരിക്കലും പോയില്ല. ഇതിപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് കുറേ കാലം ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നണം. ടെമ്പറേച്ചർ കയറി കംപ്ലൈൻ്റ് ആയതാണ് ഇത്. അത്രത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നില്ലേ, കൂളൻ്റ് കംപ്ലീറ്റ് എഞ്ചിൻ ഓയിലിലേക്കാണ് മിക്സ് ആയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഹെഡ് ഗ്യാസ്കറ്റ് പോകുമ്പോൾ മാത്രമേ നമ്മൾ ഈ എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റും കൂളൻ്റ് കംപ്ലീറ്റും എഞ്ചിൻ ഓയിലേക്ക് മിക്സ് ആവുള്ളൂ. അത് മാത്രമല്ല ഹെഡിൽ നല്ലെണ്ണം ഹീറ്റായിട്ട് ഇത് അലുമിനിയം ഹെഡാണ്. ദ്രവിച്ച് പോയിട്ട് ഒരുപാട് വെൽഡിങ്ങും ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ നമ്മൾ ആ വെൽഡിങ്ങൊക്കെ ചെയ്ത് ഫേസ് ചെയ്ത് പക്കയായിട്ടാണ് ഇപ്പോൾ നമ്മളിതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ഗ്യാസ്കറ്റും ബാക്കിയുള്ള A to Z പാർട്സ്, ഇതിൻ്റെ ഓയി പാർട്സ് തന്നെയാണ് ഇതിനകത്ത് എല്ലാം ഇട്ടിരിക്കുന്നത്. അതുപോലെ ടൈമിംഗ് കിറ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഓയിൽ ഫിൽറ്റർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വേറെ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഹെഡ് ഗ്യാസ്കറ്റ് എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ വാട്ടർ പമ്പ് ഇതിനകത്ത് മാറി. വാട്ടർ പമ്പിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, അതിനും നമ്മൾ ഓയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ പാർട്സും ഓയിൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഓയിൽ പാർട്സ് ഇതിനകത്ത് കിട്ടാനുണ്ട്. ഏകദേശം നമ്മൾ ഇപ്പോൾ ലോക്കൽ പാർട്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വാട്ടർ പമ്പ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനൊരു 2900 ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഏകദേശം ഒരു 2600 2400 രൂപ കൊടുക്കേണ്ടി വരും. ഏകദേശം 300-400 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഇടുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനകത്ത് നമുക്ക് എന്തായാലും കിട്ടും. ക്വാളിറ്റിയും കിട്ടും, അതുപോലെ തന്നെ ലൈഫും ഉണ്ട് അതിനകത്ത്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഏകദേശം 3-4 മണിക്കൂറായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ കാലത്ത് വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കൂളൻ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ടും ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട്. അതിലിപ്പോൾ കൂളൻ്റ് അല്ല ഇരിക്കുന്നത്, അതിൽ മൊത്തം വെള്ളമാണ്. ഇനിയിപ്പോൾ മൊത്തം ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് കൂളൻ്റ് ആക്കേണ്ടതായിട്ട്. ഇല്ലെങ്കിൽ ഒരു ഏകദേശം 5 മണിയൊക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അധികം കൂളൻ്റ് ഞാൻ അപ്പം തന്നെ ആക്കി കൊടുക്കില്ല. ഒരു 500 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ട് റിട്ടേൺ വരാൻ പറയും. 500 കിലോമീറ്റർ ഓടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും 2000 എത്തിക്കില്ല ഞാൻ. ഒരു 200-500 കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ച് വന്നതിന് ശേഷം കൂളൻ്റ് ആക്കാൻ വയ്ക്കും. എന്ന് വെച്ചാൽ ഞാൻ കൂളൻ്റ് ആക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ എന്തായാലും വരില്ല, ഇനിയിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മാത്രം വെള്ളം ആക്കിയിട്ട് കൂളൻ്റ് ആക്കിയിട്ടില്ല, എഞ്ചിന് വീണ്ടും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറയാം. അപ്പോൾ പിന്നെ എന്തായാലും കസ്റ്റമർ വരിക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ കൂളൻ്റ് മാറ്റണമല്ലോ, മാറ്റിയില്ലെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞിട്ട് എന്തായാലും വരിക തന്നെ ചെയ്യും. അപ്പോഴാണ് ഞാൻ മാറ്റി. ഇതിപ്പോൾ ഹെഡ് വർക്ക് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അണ്ടർ ബോഡിയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പൊക്കിയിട്ട് ചെക്ക് ചെയ്തു. വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊന്ന് കാലത്ത് വന്നിട്ടൊന്ന് കൂളൻ്റ് ആക്കിയിട്ട് അതിൽ കംപ്ലീറ്റ് ചോർത്തി റേഡിയേറ്റർ ഒന്ന് ഫുള്ളായി ചോർത്തിയിട്ട് കൂളൻ്റ് ആക്കിയിട്ട് നമുക്കിവിടെ. ബാക്കി വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വേറെ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ABSൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് ചിലപ്പോൾ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പൊക്കി ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ആ സമയത്ത് റിയർ വീല് മാത്രം ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് വീല് കറങ്ങുന്നില്ല. അങ്ങനെ ഒരു കോഡ് അതിനകത്ത് വരും. എന്താ വെച്ചാൽ ഫ്രണ്ട് വീല് കറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്ക് 2 സിഗ്നൽ കിട്ടുമ്പോൾ ഫ്രണ്ടിൽ 2 സിഗ്നൽ കിട്ടാതിരിക്കുമ്പോൾ ABSൻ്റെ സെൻസർ വർക്ക് ചെയ്യാത്താണെന്ന് പറഞ്ഞിട്ട് അതൊരു കോഡ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വാണിംഗ് ലൈറ്റ് വരും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാണിംഗ് ലൈറ്റ് പോകും. ഞാൻ സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടില്ല. അതൊന്ന് ചിലപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാലത്ത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ എന്താ പറയുക, ക്ലച്ചിൻ്റെ വർക്കിംഗ് കറക്റ്റാണോ നോക്കണം. എയർ ബ്ലീഡൊക്കെ കറക്റ്റായിട്ട് ചെയ്താണ്. ഇതിൻ്റെ ഇപ്പോൾ എൻജോയിൻ്റെയും അതുപോലെ ടവറുടെയൊക്കെ മെയിനായിട്ട് ക്ലച്ച് ബ്ലീഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനിലാണ് ഇതിൻ്റെ സിലിണ്ടർ നിൽക്കുന്നത്. മറ്റുള്ള വണ്ടികളൊക്കെ സിലിണ്ടറിൻ്റെ മുകളിലായിരിക്കും. ഇത് ഹാഫ് പോർഷനിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ബ്ലീഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിന് ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് ഒരു വലിയൊരു ട്യൂബ് എടുത്ത് കുത്തിയിട്ട് മുകളിലേക്ക് വെച്ചതിന് ശേഷം പമ്പ് ചെയ്ത് പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വിട്ടതിന് ശേഷം കംപ്ലീറ്റ് എയർ എടുത്തതിന് ശേഷം നമുക്ക് ബ്ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ എയർ ബ്ലീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഈസി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ക്രാങ്ക് പുള്ളിക്ക് ഒരു ചെറിയൊരു ഷേക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സൗണ്ടാണ് ഒരു കിടുക്കിടുക്കിടുക്കിട് എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രാങ്ക് പുള്ളി ഉണ്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഫോർഡ് ഫിയസ്റ്റ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ക്രാങ്ക് പുള്ളിൻ്റെ ഇടയിൽ ഒരു റബ്ബർ കോട്ടിങ് വരും. ആ കോട്ടിങ് റബ്ബറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്
ആ വൈബ്രേഷൻ ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വിടണം. പക്ഷേങ്കിൽ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ടറൊന്ന് മാറ്റിയാൽ മതി, വലിയ പണിയൊന്നുമില്ല. ട്രാൻസ്ഫോർമർ അയച്ച് അതിന് ചുറ്റിലുള്ള 14 വോൾട്ട് അയച്ച് 13 വോൾട്ട് അയച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് മാറ്റാമെന്നുള്ളൂ. അപ്പോൾ അത് പിന്നീടാണെങ്കിലും മാറ്റാം. കസ്റ്റമർക്ക് പുതിയ തന്നെ വേണമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. 10-12 ദിവസമാവും വരാനായിട്ട്. വന്നിട്ട് വേണം ആ പുള്ളി മാറ്റാനായിട്ട്. വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഞാൻ യൂസ്ഡ് നോക്കി, പക്ഷേ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരെണ്ണം കിട്ടിയത് എനിക്ക് വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, എൻജോയ് കണ്ടില്ലേ ആ നിൽക്കുന്നത്. ആ എൻജോയിലേക്ക് ഇതേ സെയിം കംപ്ലയിൻ്റ് ആണ്. ക്രാങ്ക് പുള്ളി ഭയങ്കര, ഇതിനേക്കാളും ഭയങ്കര വൈബ്രേഷനാണ് അത്. നല്ലോണം ഇങ്ങനെ തുള്ളി കളിക്കും. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് പുള്ളി നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടുണ്ട്. അതിനെ മാറ്റണം. അതിന് ഞാൻ കാണിച്ചുതരാം, ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ട് അതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളും ഞാൻ അതിനകത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനിപ്പോൾ ഇനി എന്തായാലും നമ്മൾ സാധനം വന്നിട്ട് തന്നെ നമ്മളിതിനകത്ത് മാറ്റുന്നുള്ളൂ. ഫാനൊക്കെ കറക്റ്റ് വർക്കിങ് കേട്ടോ. അപ്പോൾ പക്കയാണ് ഉണ്ടല്ലേ. എപ്പോഴും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, എഞ്ചിൻ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് ആദ്യം ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കാണാം. എന്നാൽ മാത്രമേ ആ വർക്ക് സക്സസ് ആവുള്ളൂ. ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫാന് നോക്കില്ല, ഇതെന്തോ കംപ്ലയിൻ്റ് ആയി, നിങ്ങൾ കൂളൻ്റ് ഇല്ലാതെയാണ് ഓടി, അതുകൊണ്ട് ഹെഡ് അതൊക്കെ കംപ്ലയിൻ്റ് ആയി പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് കയറ്റി. ഇത് നമ്മൾ ചെക്ക് ചെയ്യില്ല, ഇത് നമുക്ക് പെട്ടെന്ന് അറിയില്ല, മനസ്സിലായി. നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് പോകില്ല, മറ്റേ ഫാന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കയറ്റി എല്ലാം വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ എടുത്തിട്ട് പോകും. വീണ്ടും ഇതുപോലെ നോക്കാതെ ഒരു 4 പ്രാവശ്യം ഇങ്ങനെ ഹീറ്റായിട്ട് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കംപ്ലയിൻ്റ് ആക്കും. അപ്പോൾ എന്തൊരു കംപ്ലയിൻറ്റ് വന്നാൽ, ചെറിയൊരു മൈന്യൂട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ ശരി, ബ്രേക്ക് ഇല്ലാണ്ട് വന്നാലും ശരി, ഇനി എന്ത് വന്നാലും ശരി, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ളൊരു പണി തുടങ്ങാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ പണിയെന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുക, അതിന് ശേഷം നമ്മൾ പണിയുക. അപ്പോൾ പിന്നെ അത് പക്കയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കാര്യം. അത് മാത്രമല്ല, അതിൻ്റെ വർക്ക് നമുക്ക് റിപ്പീറ്റ് 100% കുറയ്ക്കാനും പറ്റും. എന്ത് ചെയ്താലും ചെറിയൊരു എന്തെങ്കിലും ഒരു ഫാൾട്ടുകൾ ചിലപ്പോൾ സംഭവിക്കാം, അത് ഓക്കെ, സ്വാഭാവികം. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രദ്ധ പുലർത്തിയിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്, മനസ്സിലായില്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.